ആൾമോസ്റ്റ് വർക്കല അടുത്തുള്ള എല്ലാ വെള്ളിയാഴ്ചയും ഒത്തിരി ദൂരമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അതാ ദൈവത്തിന്റെ കൃപ. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചൽ, ഇവിടെ ഇരിക്കുന്ന പൂവച്ചൽ, ഇവിടെ ഇങ്ങനെ വീഴുന്ന കാട്ടാക്കട പള്ളി, കാട്ടാക്കട മക്കൾ വരൂല്ല. പക്ഷേ ആൾമോസ്റ്റ് വർക്കല ഇത് കഴിഞ്ഞിട്ട് വർക്കല വരെ പോകണം, പാദപൂജ കഴിഞ്ഞിട്ട്. അത്ര ദൂരം ദൈവത്തിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നീ ദൂരത്തെ നോക്കുന്നല്ലോ മക്കളെ, എന്നെ വിശ്വസിച്ച് അത്ര ദൂരം ഇരുന്നാലും ഇത്ര കഷ്ടപ്പെട്ട് നീ വന്നല്ലോ, നിനക്ക് രക്ഷയുണ്ട്, നിന്റെ മൗലുക്ക് രക്ഷയുണ്ട് എന്ന് ആ മൗല് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കും. ഇത് 8 മലയാളം, റിയൽ മലയാളം അരിയത്തരത്തിൽ നിന്ന് വരാൻ പോവാ. മകൾ ലിജി മകൾ, മകൻ സരിൻ, ആ കുഞ്ഞിക്ക് എന്താണ് അത്ഭുതം കിട്ടിയതിന് ഈ മകൾ ലിജി പറയും. ആബാ പിതാവിനും രാജാതിരാജാവായ ക്രിസ്തു രാജാവിനും നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ കൃപാസന അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. അമ്മയുടെ മെസ്സേജ് കിട്ടിയിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് വരുന്നത്. കുഞ്ഞിനെ കൊണ്ടുവന്നത്, കുഞ്ഞ് ജനിച്ച അന്ന് തൊട്ട് കുഞ്ഞിന് 3 വയസ്സായി. ഇതുവരെയും കുഞ്ഞ് ഉറങ്ങില്ല, രാത്രി ഒരു പോള കണ്ണടക്കില്ല. ഈ 3 വർഷവും ഉറക്കമൊഴിഞ്ഞതിന്റെ ഫലമായിട്ട് എനിക്ക് ശാരീരികമായിട്ട് അസുഖങ്ങൾ തുടങ്ങി. രാത്രി ഉറങ്ങാൻ പറ്റില്ല, മരുന്നുകൾ എടുക്കാൻ പറ്റില്ല. ഡോക്ടറിനെ കുഞ്ഞിനെ കാണിച്ചപ്പോ ഡോക്ടർ ഉറങ്ങാനുള്ള മരുന്ന് കൊടുക്കാൻ തുടങ്ങി. കുഞ്ഞിനിപ്പോ 3 വയസ്സായി. 1 ഡോസ് കൊടുത്തു, 2 ഡോസ് കൊടുത്തു, 2.5 കൊടുത്തു, ഉറങ്ങുന്നില്ല. അഥവാ മരുന്ന് കൊടുത്താൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കുഞ്ഞ് വീണ്ടും ചാടി എഴുന്നേറ്റ് കരച്ചിൽ തുടങ്ങും. രാത്രി മൊത്തവും കരച്ചിലായിരിക്കും, ഉറങ്ങാൻ പറ്റത്തില്ല. രാവിലെ 9 മണി അല്ലെങ്കിൽ 10 മണി, ചിലപ്പോ ഒരു 6 മണിക്കോ 5 മണിക്കോ ഉറങ്ങിയാലായി. കുഞ്ഞ് രാവിലെ ഉറക്കമില്ല വലുതായിട്ട്, രാത്രി തീരെ ഇല്ല. ആ ഉറക്കത്തിന്റെ ക്ഷീണത്തില് കുഞ്ഞിന് രാവിലെ ആവുമ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷൻ കാണിക്കലും ഒക്കെ ആയിരുന്നു. നമ്മൾ ആകെ ടയേർഡായി. ചെയ്യാനുള്ള എല്ലാ കാര്യവും ചെയ്തു നോക്കി, എല്ലാ വൈദികരുടെ അടുത്തും കൊണ്ടുപോയി നോക്കി, ബ്രദേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി നോക്കി. സത്യം പറഞ്ഞാൽ ഈ 3 വർഷത്തിൽ നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന രീതി എല്ലാം ശ്രമിച്ചു. നമ്മൾ തോറ്റിരിക്കുന്ന സമയത്താണ് മാതാവിന്റെ മധ്യസ്ഥതയില് എനിക്ക് മെസ്സേജ് കിട്ടിയത് അച്ഛൻ്റെ അടുത്ത് വരാനായിട്ട്. ഞാൻ അച്ഛൻ്റെ അടുത്ത് വരാൻ ശ്രമിക്കുമ്പോഴും എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങാതെ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഡിവൈനിൽ ധ്യാനവും കണ്ടിട്ടാണ് അച്ഛനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റിയത്. അതും പിന്നും കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു 3 ദിവസം ഒരു നേരം ആഹാരം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കാം. ആ സമയത്താണ് അച്ഛൻ്റെ അടുത്ത് വരാൻ നമുക്ക് പറ്റിയത്. കുഞ്ഞിനെ കൊണ്ടുവന്നു. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വ്യത്യാസം തുടങ്ങി. കഴിഞ്ഞ ആഴ്ചകളിൽ 1 ദിവസം അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അന്ന് മാതാവിന്റെ മെസ്സേജ് ആണെന്ന് നമുക്ക് ഉറപ്പ് വന്നത് നമ്മുടെ സന്ധ്യാ പ്രാർത്ഥന സമയത്ത് എന്റെ ജപമാലയിൽ സുഗന്ധാഭിഷേകം വരാൻ തുടങ്ങി. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ ബന്ധുക്കളും എല്ലാവരും ആ സുഗന്ധാഭിഷേകം അനുഭവിച്ചിട്ടുള്ളവരാണ്. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ആരാധന സമയത്ത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വർഗീയ ദർശനങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് ആരടുത്തും കള്ളം പറയുന്നില്ല. ഇത് രാജാതിരാജാവായ ക്രിസ്തു രാജാവിന്റെ കൃപകൾ ഒഴുകുന്ന സ്ഥലമാണ്. രാജാതിരാജാവായ ക്രിസ്തുരാജൻ ഹൃദയത്തോട് ചേർത്ത് വച്ചേക്കുന്ന അച്ഛനാണ്. ഈശോ എന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, ആരാധന സമയത്ത്, കഴിഞ്ഞ ആരാധന സമയത്ത് ഞാൻ ദിവ്യകാരുണ്യം അല്ല കാണുന്നത്, ദിവ്യകാരുണ്യത്തിന്റെ സ്ഥാനത്ത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരുരക്തവും തിരുജലവുമാണ് ഞാൻ കാണുന്നത്. എനിക്കത് ഓർക്കുമ്പോ തന്നെ ഭയവും സങ്കടവുമാണ്. ഒരു യോഗ്യതയും സാക്ഷ്യം പറയാനായിട്ട് എനിക്കോ എന്റെ കുടുംബത്തിനോ ഇല്ല. പക്ഷേ കർത്താവ്, എന്റെ പൊന്നി ഈശോ, സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നല്ലോ. എന്റെ കുഞ്ഞിനെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ ഈശോയെ, ഇന്ന് രാത്രി തൊട്ട് ഈ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഈശോയുടെ ദിവ്യ ഹൃദയമാണെന്ന് എനിക്ക് കാണിച്ചു തന്നപ്പോ, ഈശോയെ, ഇന്ന് രാത്രി തൊട്ട് ഞാൻ കുഞ്ഞിന് മരുന്ന് കൊടുക്കില്ല. ഈശോ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ എന്നെ സാക്ഷിയാക്കി മാറ്റിയേ പറ്റൂ. അന്ന് രാത്രി തൊട്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ടില്ല. ഇന്നേക്ക് 7 ദിവസം ആവുന്നു, ഇതുവരെയും കുഞ്ഞിന് മരുന്ന് കൊടുത്തിട്ടില്ല. കുഞ്ഞൊരു 9-9:30 ആകുമ്പോ കുഞ്ഞ് ഉറങ്ങിയിരിക്കും. രാവിലെ 7-7:30 കുഞ്ഞ് ഉണർന്നിരിക്കും. ഒരു കുഴപ്പമില്ല, കുഞ്ഞിന് ഫ്രസ്ട്രേഷൻ ഇല്ല. നമുക്കൊക്കെ അത് അത്ഭുതമാണ്. കാരണം 1-2 ദിവസമല്ല ഉറക്കൊഴിഞ്ഞത്, 3 വർഷമാണ്. കുഞ്ഞിന് 3 വയസ്സായി. എന്റെ മോക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ അതിന്റെ ഫ്രസ്ട്രേഷൻ കാണിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, കുഞ്ഞിന് വല്ല പ്രശ്നമുള്ള കുട്ടിയാണോന്ന്. പക്ഷെ എന്റെ പൊന്നീശോ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. കുഞ്ഞിന് ഒരു മരുന്നും കൊടുക്കുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ
ഇവിടെ ക്രിസ്തു രാജാവ് ഉണ്ടോ, അനുഗ്രഹങ്ങൾ ലഭിക്കൂ. സംശയിക്കാതെ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. പാദപൂജയിൽ പങ്കെടുക്കുന്ന സമയത്ത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും തമ്പുരാൻ നടത്തുന്നതായിട്ട് മെസ്സേജ് തരുന്നു. ഈശോയുടെ തിരു സാന്നിധ്യം ക്രിസ്തു രാജാവായിട്ട് രാജകീയ വേഷത്തിൽ ഈശോ ആൾത്തറിൽ നിൽക്കുന്ന കാണിക്കുന്നു. സകല വിശുദ്ധരുടെയും മധ്യസ്ഥം കാണിക്കുന്നു. മാതാവ് ഈ ഭാഗത്ത് മുട്ടുമേ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കണ്ണുനീരോടെ മധ്യസ്ഥം വഹിക്കും. ഇവിടെ സക്രാരി എഴുന്നള്ളി വെക്കുമ്പോ നിങ്ങൾക്ക് മുട്ടുകുത്താൻ മടിയുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കാൻ മടിയുണ്ടായിരിക്കാം. മാതാവിനൊരു മടിയില്ല. മാതാവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ നിന്ന് മധ്യസ്ഥം വഹിക്കുന്നത് ഞാൻ കാണുന്നു. ഓരോരുത്തർക്കും ജപമാല ചൊല്ലാനുള്ള മടി മാറ്റുന്നു, ബൈബിൾ വായിക്കാനുള്ള മടി മാറ്റുന്നു. അന്തോണിസ് പുണ്യാളന്റെ നിത്യ സാന്നിധ്യം അച്ഛന്റെ കൂടെ കാണുന്നു. അൽഫോൺസ് അമ്മയുടെ നിത്യ സാന്നിധ്യം കാണുന്നു. പാതിരാപ്പിയുടെ സാന്നിധ്യം കാണുന്നു. ഗീവർഗീസ് പുണ്യാളനെ കാണുന്നു. സെബസ്റ്റ്യാനസ് പുണ്യാളനെ കാണുന്നു. ഇന്നും ജോൺ പോൾ പിതാവിന്റെ മധ്യസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഫ്രാൻസിസ് സേവിയർ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥം കാണുന്നുണ്ട്. ഫൗസ്റ്റീന പുണ്യാളത്തിന്റെ മധ്യസ്ഥം കാണുന്നുണ്ട്. അച്ഛൻ ആരാധന തുടങ്ങുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇതിനു ചുറ്റും പറക്കുകയും ഇതിനു ചുറ്റും അഗ്നി ഇടുന്നതായിട്ടാണ് കാണുന്നത്. സെഖിയോൻ മാളികപ്പുറത്ത് മാതാവ് മധ്യസ്ഥം വഹിച്ച് എല്ലാ ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഇറങ്ങി വരുന്നത് പോലെ ഓരോരുത്തരുടെയും പുറത്ത് ഇറങ്ങി വരുന്നത് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിത്യ സാന്നിധ്യം കാണിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച വേറെയും കണ്ടു, കെട്ടഴിഞ്ഞ് വീഴുന്നതാണ്. അപ്പൊ ഞാൻ ഈശോയുടെ അടുത്ത് ചോദിച്ചു, ഈശോ ഇതെന്താ ഞാൻ കാണുന്നേ? അത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ ബലവേന്ദ്രൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോ, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളുടെയും കെട്ട് അഴുത്ത് വിടുകയാണെന്ന്. നമുക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാത്തതിൽ നിങ്ങൾ സംശയിക്കരുത്. തമ്പുരാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അല്ലാതെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആർക്കും പറ്റില്ല. ത്രിയേക ദൈവത്തിന് 1000 നന്ദി, 1000 നന്ദി. 47 കൊണ്ട് സരീൻ എവിടെയാ? കുഞ്ഞെങ്ങനെ കാണിക്കാം. കുഞ്ഞിതാ, കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞ്. അതാ ജനിച്ചത് മുതൽ 3 വയസ്സ് വരെ ഉറക്കമില്ലാത്ത കുഞ്ഞ്. അത്ഭുതകരമായിട്ട് ഒരു നല്ല കുഞ്ഞാണ്. ആദ്യത്തെ ഡേ കൊണ്ടുവരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്റെ ചോക്ലേറ്റ് പാക്കറ്റ് ഫുള്ള ബോക്സായി കൊടുത്തു. ഇതെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് ഓടി. പുറകെ ആ സരിൻ മകൻ ഓടുക, ഇവള് ഓടുക. ഇവള് ഉറക്കമില്ലാതെ കൊണ്ട് ഇവള് കുഞ്ഞിന് ഏതൊരു അമ്മയ്ക്കും ബുദ്ധിമുട്ട് വരും. സ്വന്തം കുഞ്ഞ് ഉറങ്ങാതിരിക്കുമ്പോ പുറമേ ഓടണം. ഇവ കറങ്ങി താഴെ വീഴുന്നത് പ്രഷർ, ലോ പ്രഷർ. കാരണം കുഞ്ഞിനെ നോക്കണമെങ്കിൽ ഇവ ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഇത് ഉറങ്ങാതിരിക്കാൻ ഇങ്ങനെ 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 ക്ഷീണിച്ച് അങ്ങനെ അസുഖം പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. വീട്ടിലും വീട്ടിൽ പോയി ബന്ധിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച ഈശോട്ടാവ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കാം, ക്രിസ്തുരാജ എനിക്ക് എന്നെ അത്ഭുതം പ്രവർത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കാം. ദൂരത്തിലെന്ന് വന്ന് വിശ്വാസം, അടിയുറച്ച വിശ്വാസം അത് വേണം. അത് ഉണ്ടെങ്കിൽ നീ ഇവിടെ ഇരുന്നാലും ശരി, നീ പാതാളത്തിൽ ഇരുന്നാലും ശരി, നീ നരകത്തിൽ ഇരുന്നാലും ശരി, നീ വിണ്ണകത്തിൽ ഇരുന്നാലും ശരി, സ്വർഗത്തിൽ ഇരുന്നാലും ശരി, ആഫ്രിക്ക, അന്റാർട്ടിക്ക, അമേരിക്ക, ആസ്ട്രേലിയ എവിടെ ഇരുന്നാലും ശരി, ഇവിടെ പ്രാർത്ഥിക്കുന്ന തള്ളയുടെ പ്രാർത്ഥന അവിടെ ഇംഗ്ലണ്ടിലെ കഷ്ടപ്പെട്ട് വിടുന്ന മകനക്ക് കൃപയായിട്ട് പോകും. ഇവിടെ പ്രാർത്ഥിക്കുന്ന തള്ളയുടെ പ്രാർത്ഥന സിംഗപ്പൂരിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് കൃപയായിട്ട് മാറും. അതുതാ പ്രാർത്ഥന. ഞാൻ നിങ്ങളുടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇവർ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അത്ഭുതം പ്രവർത്തിച്ച് 3 വർഷം 4 വർഷം മുൻപ് ഇംഗ്ലണ്ടിലെ എന്തോ ഒരു കുട്ടി വന്നു. അത് 5 വയസ്സ്. അത് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇവള് ഉറങ്ങത്തില്ല. അവളും പെൺകുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഉറങ്ങത്തില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ എറണാകുളം ധ്യാനം കൊടുക്കാൻ പോകുമ്പോ അവിടെ ഒരു ഫാമിലി പറഞ്ഞിട്ടുണ്ട്, കാട്ടാക്കടയ്ക്ക് പോയാൽ ആ അച്ഛൻ പ്രാർത്ഥിക്കണം. അവൻ ഇംഗ്ലണ്ടിൽ സ്റ്റേറ്റ് ഫ്ലൈറ്റ് എടുത്ത് ട്രിവാൻഡ്രത്ത് ഇവിടെ വന്നു. 5 വയസ്സാ. ആ പപ്പ മമ്മിയെ ഗതികേട്ട് നോക്ക്, അവസ്ഥ നോക്ക്. ഇവർ 3 വർഷം കഷ്ടപ്പെട്ട്, ആ പപ്പ മമ്മി 5 വർഷം കഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു 5 മിനിറ്റ് എന്നെ കൊണ്ട് സഹിക്കാൻ വയ്യ. ആ പെൺകുട്ടി ഇവരെ വന്നിട്ട് പ്രാർത്ഥിച്ച് നല്ല കുമ്പസാനം ചെയ്ത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുക. ഇംഗ്ലണ്ടില് സെറ്റിൽഡ് ഇൻ ഇംഗ്ലണ്ട്. എറണാകുളം ഫാമിലി സെറ്റിൽഡ് ഇൻ ഇംഗ്ലണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേപോലെതാ സരിൻ ലിജിനുடைய മകൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. നല്ല രീതിക്ക് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. പത്രോസും പൗലോസും പോകുമ്പോ എന്റെ കയ്യിൽ ഒന്നിലട മക്കളെ ദിനേശ യേശുയുടെ നാമത്തിൽ പറയുക, എനച്ച് നടക്കണം മക്കളെ. എനച്ച് നടക്കുന്നുണ്ട്.
അതേപോലെ ഇവളെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് ലിജി മകളും സരി മകനും ഓരോരോ വെള്ളിയാഴ്ച ഒത്തിരി മണിക്കൂർ വണ്ടി ഓട്ടിക്കണം. ആ ചിന്തയ്ക്ക് ഒത്തിരി മണിക്കൂർ വണ്ടി ഓട്ടിക്കണം. അത്ര മണിക്കൂർ വണ്ടി ഓടിച്ച് വന്ന് അതിൽ തൂക്കി കൊണ്ടുവന്ന് ഈ കഞ്ചി കൊണ്ടുപോയി അവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ അത്ഭുതം ആ കുഞ്ഞിക്ക് കിട്ടിയത്. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ലിജിയോടും സരിയോടും ചേർന്ന് മകൾക്ക് നന്ദി അറിയിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് അത്ഭുതകരമായ ക്രിസ്തുരാജന്റെ കരം, അഭിഷേകകരമായ ക്രിസ്തുരാജന്റെ കരം, കൃപയോട് ചേർന്ന് നിൽക്കുന്ന ഈ ക്രിസ്തുരാജയുടെ കരം ഇവളോടും മകൾ ലിജിയോടെയും മകൻ സരിനോടും ആ കുഞ്ഞുകുട്ടിയോടും ചേർന്ന് നിൽക്കുന്ന തുടർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ വെച്ചുകൊണ്ട് ആ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ടും നിന്നെ സമർപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ഭർത്താക്കളെ സമർപ്പിച്ചുകൊണ്ടും ഭാര്യകളെ സമർപ്പിച്ചുകൊണ്ടും മക്കളെ സമർപ്പിച്ചുകൊണ്ടും ദൂരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സമർപ്പിച്ചുകൊണ്ടും മകനെ സമർപ്പിച്ചുകൊണ്ടും മക്കളെ സമർപ്പിച്ചുകൊണ്ടും അസുഖം പിടിച്ച രോഗത്തിലുള്ള എല്ലാവരും സമർപ്പിച്ചുകൊണ്ടും ജോലി ഇല്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ടും പ്രത്യേകം വിവിധ ജോയി മക്കളെ സമർപ്പിച്ചുകൊണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ബന്ധനങ്ങളെയും കെട്ടുകളെയും മാറ്റി അഭിഷേകത്തിന്റെ അടയാളമായിട്ട് എല്ലാവർക്കും കൃപ നൽകി പ്രാർത്ഥിക്കാം. ഏറ്റെടുത്ത് പറയുക, വിശ്വാസത്തോട് പറയുക, അടിവരച്ച വിശ്വാസത്തോട് പറയുക, നിലവിളിച്ച് പറയുക, ഈശോയുടെ നാമത്തിൽ പറയുക. ദൈവം നിങ്ങളെ സമത്വം അനുഗ്രഹിക്കട്ടെ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാ വിപത്തും എന്നെ കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47:1 God bless you, God bless you, God bless you, many people, God bless you all. വച്ചോലി ഈശോയെ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ God bless you, many people. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. God bless you, God bless you മക്കളെ.